ഓണത്തിനടക്കം നമുക്ക് കാണാനുള്ള ന്യൂസ് ഇതൊക്കെയാണല്ലേ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മളിപ്പോൾ കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ. 2016 ആദ്യമായിട്ട് കേരളത്തിൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ 2016 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വർഷാവർഷം ഇവൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് കേസ് സ്വമേധയാ കൂടുന്നു, രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡിറ്റക്ഷനും കുറച്ചും കൂടെ നമ്മൾ അഗ്രസീവായിട്ട് ഇപ്പോൾ ടെസ്റ്റ് വിടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് റിസൾട്ടുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ആരാണ് ഇതിന്റെ കോസ്? ഒരു മെയിൻ നൊട്ടോറിയസ് ഏജന്റ് ആയിട്ട് ഇതിനെ പറയുന്ന നെഗ്ലേറിയ ഫൗളറി എന്ന് പറയുന്ന ഒരു അമീബ, ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നൊക്കെ പറയുന്ന ആള്. ഇയാളുടെ പ്രത്യേകത ഫ്രഷ് വാട്ടറിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടാരാൻ പറ്റുന്ന ഒരു ആളാണിത്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലൈമറ്റും സിറ്റുവേഷനാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം കുറേ കാലമായിട്ട് ഒരു മെയിൻ്റനൻസും ഇല്ലാത്ത സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ആണ് ഇവനെ കണ്ടുവരുന്നത്. അപ്പം മൂക്ക് മുക്കി കുളിക്കുന്ന ആളുകൾ ഡൈവ് ചെയ്യുമ്പോഴും മറ്റൊക്കെ മൂക്ക് വഴി തലച്ചോറിലേക്കുള്ള സുഷിരം വഴിയാണ് ഇവൻ അവിടെ എത്തി റീപ്രൊഡ്യൂസ് ചെയ്ത് എണ്ണത്തിൽ അധികരിച്ച് അവിടെ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ സിംറ്റംസ് എന്നല്ലേ? തലവേദന, ഛർദി, ഓക്കാനം വരൽ, അതേപോലെ കഴുത്തിന് സ്റ്റിഫ്നെസ് വരിക, പിന്നെ കുറച്ച് അസുഖം മൂർച്ഛിച്ചാൽ കൺഫ്യൂഷൻ, കോമ, സീഷേഴ്സ്, അപസ്മാരം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് പേഷ്യൻറ്റിന് ഉണ്ടാവുക. എത്രയും പെട്ടെന്ന് ഒരു സ്പെഷ്യാലിറ്റി നോക്കാൻ പറ്റുന്ന ഒരു സെൻറ്ററിൽ എത്തിച്ച് അത് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ചികിത്സ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ. നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത് അത് ഏതാണ് എന്നുള്ളത് മൈക്രോബയോളജിയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ PCR എന്ന് പറയുന്ന ടെസ്റ്റ് വഴി ഏത് അമീബയാണെന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നിട്ട് വേണം ഇതിനുള്ള ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് കളക്റ്റീവ്ലി സപ്പോർട്ടീവ് കെയർ കൊടുത്ത് അല്ലെങ്കിൽ വലിയ ആപ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ന്യൂറോ സർജൻസ് ഡ്രെയിൻ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗ്ലോബലി ഈ പറയുന്ന നെഗ്ലേറിയ ഫൗളേറി 97% മരണനിരക്ക് കോസ് ചെയ്യുന്നയാളാണ്. പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് ട്രാൻസ്മിഷൻ ഇല്ലെങ്കിൽ പോലും ഇത് വന്നു കഴിഞ്ഞ ആളെ 97% കൊല്ലാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ കേരളത്തിൽ ഈ നെഗ്ലേറിയ ഫൗളറി മാത്രമല്ല, മറ്റ് ഇത്രയും പ്രശ്നമില്ലാത്ത പല സ്ട്രെയിൻസ് അമീബയും കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഇൻഫെക്ഷനിൽ പല ആളുകളും ഇൻഫെക്ഷൻ മരണം കൂടാതെ കഴിഞ്ഞു വരുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എത്രയും നേരത്തെ അവർക്ക് ഡിറ്റക്ഷനായി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ടാപ്പ് വാട്ടറിന് വരെ ഈ ഇൻഫെക്ഷൻ ഗെയിൻ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഫ്രഷ് വാട്ടറിൽ അല്ലെങ്കിൽ നീന്തുന്ന ഒരവസ്ഥയിൽ നമ്മൾ കഴിവതും നോസ് ക്ലിപ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ പോയിന്റ് ഓഫ് ടൈമിൽ ചെയ്യാനുള്ളത്. ഓക്കെ.